നമസ്കാരം. 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എറണാകുളത്ത് ലോറി അപകടത്തിൽപ്പെട്ട് തേവര പാലത്തിന്റെ കൈവരി തകർത്ത് ലോറി തൂങ്ങി നിൽക്കുന്നു. നിപ്പ വൈറസ് ബാധിച്ച 43-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. അമ്മയ്ക്കൊപ്പം സഞ്ചരിക്കവേ സ്കൂട്ടർ ഗുഡ്സ് ഓട്ടോയിലിടിച്ചു. 4 വയസ്സുകാരന് ദാരുണാന്ത്യം. ഒമാൻ തീരത്ത് വീണ്ടും കപ്പലിന് നേരെ ആക്രമണം. കാപ്പ കേസിൽ അറസ്റ്റിലായ BJP കൗൺസിലർ സുഗതനെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. എറണാകുളത്ത് ലോറി അപകടത്തിൽപ്പെട്ടു. തേവര പാലത്തിന്റെ കൈവരി തകർത്ത് ലോറി തൂങ്ങി നിൽക്കുന്നു. തേവര ജംഗ്ഷന് സമീപം കുണ്ടന്നൂരിൽ നിന്ന് ഐലൻഡിലേക്ക് പോകുന്ന വഴിയാണ് പാലമുള്ളത്. ഈ പാലത്തിന്റെ കൈവരികൾ തകർത്താണ് ലോറി കായലിലേക്ക് തൂങ്ങി നിൽക്കുന്നത്. അപകടം നടക്കുന്ന സമയത്ത് ലോറി ഡ്രൈവർ മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടു. പാലത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ലോറി ഇതുവരെ നീക്കാനായിട്ടില്ല. നിപ്പ വൈറസ് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയായ 43-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഇയാളുടെ സമ്പർക്ക പട്ടികയിലുള്ള 5 പേരുടെ പരിശോധനാ ഫലങ്ങൾ ഇന്ന് വൈകിട്ടോടെ ലഭിക്കും. സ്ഥിതിഗതികൾ വിലയിരുത്താനായി ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്തെ ഉന്നതതല യോഗം ചേർന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇയാളെ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇന്നലെ അർദ്ധരാത്രിയോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുകയായിരുന്നു. KHRDWUSന് കീഴിലുള്ള പേ വാർഡ് ഒഴിപ്പിച്ചാണ് ഐസൊലേഷൻ വാർഡ് സജ്ജീകരിച്ചത്. ഈ മേഖലയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗം ബാധിച്ചവരുടെ വീട്ടിലുള്ളവരും സമ്പർക്കത്തിൽ വന്ന ബന്ധുക്കളും നിരീക്ഷണത്തിലാണ്. അമ്മയ്ക്കൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ ഗുഡ്സ് ഓട്ടോയുടെ പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് തെറിച്ചു വീണ 4 വയസ്സുകാരനായ മലയാളി ബാലൻ മരിച്ചു. മലപ്പുറം കോട്ടയ്ക്കൽ പറപ്പൂർ കിഴക്കേക്കുണ്ട് ചാലിൽ വീട്ടിൽ MC ആദിലിന്റെ മകൻ ഈസ ആദിൽ ആണ് മരിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന മാതാവ് ഷഹീബയെ പരിക്കുകളോടെ വർത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈസ ആദിലിനെ നഴ്സറിയിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ബുധനാഴ്ച രാവിലെ സർജാപുരയിലായിരുന്നു അപകടം. മൃതദേഹം അത്തിബല ഓക്സ്ഫോർഡ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഓൾ ഇന്ത്യ KMCC പ്രവർത്തകരുടെ സഹായത്തോടെ ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും. ഖബറടക്കം പറപ്പൂർ സിദ്ദിഖ് ജുമാ മസ്ജിദിൽ. ഒമാൻ തീരത്ത് വീണ്ടും ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം നടന്നതായി റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. MT ജൽവീർ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾക്കായി ഒമാൻ അധികൃതരുമായി നിരന്തരം സമ്പർക്കം പുലർത്തി വരികയാണെന്നും എംബസി വ്യക്തമാക്കി. ഒമാൻ ഉൾക്കടലിൽ ചരക്കു കപ്പലിന് നേരെ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ 3 ഇന്ത്യൻ ജീവനക്കാർ മരിച്ചതായി കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കപ്പലിന് നേരെ ആക്രമണം നടന്നതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചത്. കാപ്പ കേസിൽ അറസ്റ്റിലായ BJP കൗൺസിലർ സുഗതനെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കാപ്പ കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R സുഗതനെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. സുഗതൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPM-ഉം അടിയന്തര കൗൺസിൽ വിളിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും രാഷ്ട്രീയ സമരങ്ങൾക്ക് തുടക്കമിട്ടു. സുഗതനെ അയോഗ്യനാക്കണമെന്നാണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും ആവശ്യം. ആകാശത്തേക്ക് വരെ വെടിവെച്ചുള്ള സുഗതന്റെ അറസ്റ്റ് ഏറെ വിവാദമായിരുന്നു. R സുഗതനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഇന്ന് രാവിലെയാണ് വിയ്യൂരിലേക്ക് മാറ്റിയത്. കാപ്പ കേസ് പ്രതികളെ പാർപ്പിക്കാനുള്ള പ്രത്യേക ബ്ലോക്ക് വിയ്യൂരിലാണ് ഉള്ളത്.